ഇന്നാണെങ്കിൽ ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എന്താ പറമ്പിൽ കാണുന്ന എല്ലാ പുഷ്പങ്ങളെയും പറിച്ചെടുത്തിട്ട് അനിയത്തി പൂവിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചീരൻ്റെ ഇല ഉണ്ടല്ലോ, ചുവപ്പ് ചീര, അത് അരിഞ്ഞും കൊണ്ടിരിക്കുകയാണ് കേട്ടോ പൂക്കളിടാൻ വേണ്ടിയിട്ടും. പക്ഷെ തൊട്ടാവാടിയിലെ പൂ കാണാൻ ഒരു പ്രത്യേകതരം ഭംഗി തന്നെയാണല്ലേ. സംഭവം തൊട്ട് കഴിഞ്ഞുള്ള വാടെങ്കിലും പൂക്കൾ കാണാൻ ഒരു പ്രത്യേകതരം ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കലാപരിപാടികൾ എന്തെന്ന് വെച്ചാൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പരിപാടിയുടെ തയ്യാറെടുപ്പിലാണെന്നുള്ളത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ഓണക്കോടി കൊടുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ദിവസങ്ങൾ, നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങൾ എല്ലാ വീട്ടിലും ചായയുടെ കടി പുട്ടന്. അപ്പം നമ്മളെ വീട്ടിൽ അതൊക്കെ തന്നെയായിരുന്നു പുട്ടനായിരുന്നു, പക്ഷെ ഗോതമ്പിൻ്റെ പുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂക്കളിടൽ ഇത് അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഇത് ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത് ചിക്കൻ്റെ ഗ്രേവി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ കഴുകി മസാല ഒക്കെ തേച്ചിട്ട് നമ്മൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ വെക്കുകയും ചെയ്തത് കേട്ടോ. പിന്നെ തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി ആയിരുന്നു ഉണ്ടാക്കിയത്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് മേടിച്ചത്, കാരണം എല്ലാം കൂടി ഉണ്ടാക്കിയത് നമുക്ക് എളുപ്പമല്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഐറ്റംസുകൾ നമ്മൾ ചായയുടെ കടികളൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് മേടിച്ചത്. കറി മാത്രമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാ പൊടി ഐറ്റംസുകളും ചേർത്തിട്ട് നമ്മൾ തേങ്ങ വറുക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം അതിനുശേഷം നമ്മൾ അമ്പാടി ആണെങ്കിലോ നല്ല ഉറക്കമാണ് നേരത്തെ. അപ്പം അമ്പാടി ഉറങ്ങിയതിന് ശേഷമാണ് നമുക്കുള്ള പരിപാടികളൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാ രാവിലെ അത് അവരെത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എത്തിയതിനു ശേഷം കുറച്ച് നേരം അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നേരമൊക്കെ സംസാരിച്ച് കുറേ വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ചായ കുടിക്കാനുള്ള കാര്യങ്ങൾ അത് അനിയത്തി ടേബിളും എല്ലാം കൂടി സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച കടികൾ എന്തെന്നൊക്കെ വെച്ചാൽ ചപ്പാത്തി, പത്തിരി, പിന്നെ പൊറാട്ട, നൂൽപുട്ട്, ഇത്രയും ഐറ്റംസാണ് നമ്മൾ കടി പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇതാ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഓണക്കോടിയും കൊടുത്തിട്ട് അവരിതാ യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അത് എല്ലാവരും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കൂട്ടാം. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായെന്ന് തോന്നുന്നു, കാരണം നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്താണ്